वो अच्छा है, अच्छा है। शाहिद कपूर के एक्शन और हाँ, बॉडी भी बहुत अच्छी है उनकी। एक्टिंग तो क्या पुराना एक्टर है ना, 20 साल इंडस्ट्री में है तो अब उसका एक्टिंग अच्छा है। भाई स्टोरी लाइन कैसा है? हाँ, स्टोरी भी अच्छा है, थोड़ी अच्छी होनी चाहिए थी, लेकिन देखने के लायक है। एक्शन सीक्वेंस एक्टर शिक्षण भी बहुत अच्छा है। अच्छा, एक्ट्रेस के आइटम डांस हाँ? आइटम डांस एक ही आइटम डांस है पूरे फिल्म में, और 2-3 चाहिए थे। क्या मूवी है? हाँ? क्या मूवी है? क्या मूवी है भाई? अच्छा है, पुलिस स्टोरी है। हाँ, बहुत अच्छे है। बहुत एक्टिंग एक्टिंग अच्छा है। शाहिद कपूर एक्टिंग अच्छा। मूवी थोड़ा खास नहीं है, बस लैग है, लैग मूवी है, लैग। हाँ, ये पुलिस है, अच्छा है, एक्टिंग अच्छा। शाहिद कपूर एक्टिंग अच्छा। ദേവാസി സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് സീനിൽ തന്നെ മനസ്സിലാവും. കാരണം നമ്മൾ മലയാളത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സിനിമ കണ്ടിട്ടുള്ളതുകൊണ്ട് അല്ല, അതൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ ട്രെയിലറിൽ പിന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരം കൂടെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ എതിർത്തിട്ട് കാസ്റ്റൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഹിന്ദിയിൽ ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. ഇനി അഥവാ അങ്ങനെയാണെങ്കിൽ തന്നെ എന്തൊക്കെയായിരിക്കും ഒരു പോസിബിലിറ്റീസ് നമ്മൾ കഥ പറഞ്ഞു അതുപോലെ തന്നെ വന്നു കഴിഞ്ഞു കേട്ടോ. സിനിമയുടെ ഫസ്റ്റ് സീൻ തന്നെ നമുക്ക് മനസ്സിലാവും മുംബൈ പോലീസിൻ്റെ സെയിം ഇതാണ്, കേസ് ക്ലോസ് ആയി ഇതാണ്, പിന്നെ അതിനുശേഷം എങ്ങനെ പോകുന്നു എന്നുള്ളതാണ്. അപ്പം ഇതിൽ കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആണ് സിനിമയിൽ. കാരണം കുറച്ച് മാറ്റം വരുത്തി ഹിന്ദി ഓഡിയൻസിന്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇമേജ് കോൺഷ്യസ്നെസ് അതുകൊണ്ടായിരിക്കാം അതിനുവേണ്ടി ഒരു പാട്ടുകൾ നമ്മുടെ ജേക്സ് ബിജോ അല്ല സംഭവം. പുള്ളി അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് റാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് റാപ്പുണ്ട്, അതൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ കഥ നോർത്ത് ഇന്ത്യൻ ഓഡിയൻസ് എന്ന് പറയുന്നില്ല, പുള്ളിയുടെ ഒരു ഇമേജിന് വേണ്ടിയിട്ട് കഥ മാറ്റിയതാണ്. അപ്പോൾ മലയാളത്തിൻ്റെ അതുപോലെയല്ല അത് ഫൈനൽ ഇത് വരുന്നത്. പിന്നെ കുറച്ച് എക്സ്റ്റൻഡൽ ടൈലൻ്റൊക്കെ വെച്ചിട്ട് അതൊക്കെ എനിക്ക് വലുതായിട്ടൊന്നും വർക്കൗട്ടായില്ല. അപ്പോൾ എനിക്ക് മീൻസ് നമുക്ക് മലയാളം കണ്ടതുകൊണ്ട് നമുക്കിതൊരു വലിയൊരു എഫക്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ കണ്ടിരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ ഒരു ന്യൂട്രൽ ഓഡിയൻസിനോ അല്ലെങ്കിൽ ഇത് ഈ സിനിമ കാണാത്തവർക്കോ ഒരുപക്ഷെ ഒരു വ്യത്യസ്ത ഒരു അനുഭവമായിട്ട് തോന്നിയേക്കാം. ഷാഹിദ് കപൂർ എങ്ങനെയുണ്ടായിരുന്നു? പുള്ളി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നല്ല മീൻസ് ഒരു റൂത്ത്ലെസ് ആയിട്ടുള്ള, പക്ഷേ ഒരിക്കലും കമ്പാരിസൺ അല്ല. പക്ഷേ പൃഥ്വിരാജ് ചെയ്തത് എന്തോ ഒരു ഇപ്പോഴാണ് നമുക്ക് പൃഥ്വിരാജ് ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ ഒരു ഗ്രേറ്റ്നെസ് മനസ്സിലാവുന്നത്. കാരണം ഷാഹിദ് കപൂർ പുള്ളിയുടെ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ എഫേർട്ടൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മളത് ഓൾറെഡി കണ്ടതാണല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും പിന്നെ കുറച്ചൊരു ഇതുണ്ട്. പിന്നെ കുറച്ച് പഞ്ച് ഡയലോഗൊക്കെ പുള്ളി ഇടുന്നുണ്ട്. മുംബൈ കിസി ബാപ് കാ നഹീ ഹൈ, മുംബൈ പോലീസ് കാ ഹൈ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ഓക്കെ, കുഴപ്പമില്ല, ജസ്റ്റ് ഒരു വൺ ടൈം വാച്ചബിൾ എന്നുള്ളൊരു ഇത്